ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ട്രൈ ആക്കി നോക്കാൻ പോകുന്നത് സ്റ്റുഡിയോൻ്റെ ഒരു ട്രെൻഡിങ് സാധനമാണ്. അതെ ഗൈസ്, സ്റ്റുഡിയോൻ്റെ വിറ്റമിൻ സി ഗ്ലോ ഷീറ്റ് മാസ്ക് ആണ് നമ്മൾ ട്രൈ ആക്കി നോക്കാൻ പോകുന്നത്. അതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഏകദേശം 4 പ്രൊസീജിയറാണ് വരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സൈഡ് തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആ ഷീറ്റ് മാസ്ക് ഫുള്ളും വിറ്റമിൻ സി സിറത്തിൽ ഡിപ്പ് ചെയ്തതായിരിക്കും. അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഈ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ഷീറ്റ് മാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫുള്ളും സിറത്തിൽ ഡിപ്പ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു, നല്ല സ്മെല്ലായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു എൻ്റെ പണി. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ ഇത് ഷീറ്റ് മാസ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടി. കാരണം ഫുള്ളും സിറത്തിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെന്ന് പറയുന്നത് 49 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഷീറ്റ് മാസ്ക് നമ്മുടെ ഫേസിന് കറക്റ്റ് സ്യൂട്ടാവുന്ന രീതിയിലായിരിക്കില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ഫേസ് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷീറ്റ് മാസ്കിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ വിറ്റമിൻ സിൻ്റെ സിറം ഉണ്ട്. ആ സിറം നമ്മൾ ഷീറ്റ് മാസ്കിൻ്റെ മുകളിലൂടെ അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സിന് ശേഷം എടുക്കുകയാണ്. നമ്മളിത് എടുക്കുന്ന സമയത്ത് നമുക്കൊരു നല്ല കൂളിംഗ് ആയിരിക്കും കിട്ടുക. ആ ഒരു കൂളിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് കുറച്ചുകൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഒരിക്കലും അപ്പം തന്നെ വാഷ് ചെയ്ത് കളയരുത്. അതിലുള്ള ഫേസ് സിറം കുറച്ചുകൂടെ ഫേസിൽ അബ്സോർബ് ആവാനുള്ള ടൈം കൊടുക്കണം. ആ സിറം വെച്ച് നമ്മുടെ ഫേസിൽ ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യുക. ആഫ്റ്റർ 20 മിനിറ്റ്സ് വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ഇതാണ് ഗൈസ്. സ്കിന്ന് കുറച്ചുകൂടെ ഒന്ന് ഗ്ലോ ആവുകയും അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആയും മാറും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രം ദിസ് വീഡിയോ.